നമസ്കാരം. ആലുവയിൽ നമ്മളുടെയൊക്കെ നോവായിട്ട് മാറിയ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ അതിന്റെ വാർത്ത കണ്ടിരുന്നു. പക്ഷേ എങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരമ്മ എങ്ങനെ ഇത് ചെയ്തു എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. കുറേ നാൾ മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് അമ്മമാരെ കണ്ടതാണ്. ഒരു രീതിയിലും ജീവിക്കാൻ വഴിയില്ലാതെ മക്കളുമായിട്ട് രക്ഷപ്പെട്ടു പോയ രണ്ട് മൂന്ന് അമ്മമാരെ നമ്മൾ കണ്ടതാണ്. കോട്ടയത്തുള്ള ഷൈനിയെ പോലെയുള്ള അമ്മമാർ. ആ അമ്മമാര് ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്ത് ഇങ്ങനെയും അമ്മമാരുണ്ടോ എന്ന് ആലോചിച്ചു പോയി. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. ഞെട്ടിയിട്ടോ അത്ഭുതപ്പെട്ടിട്ടോ പേടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇനി അങ്ങോട്ട് പോകും തോറും ഇത്തരം വാർത്തകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്കൊക്കെ അറിയാൻ സാധിച്ചത്. ചെറിയച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛന് തുല്യമാണ്. അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെ നമുക്ക് അച്ഛന് തുല്യം തന്നെയാണ്. അച്ഛൻ്റെ സ്ഥാനത്താണ്. അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു വൃത്തികെട്ടവൻ അതിനോട് ഇങ്ങനെ കാണിച്ചെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ആരെ വിശ്വസിച്ചേൽപ്പിക്കും? ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെയൊക്കെ ആരെ വിശ്വസിച്ചേൽപ്പിക്കും? ഒരിടത്തും നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. എങ്ങും കുറുക്കന്മാരാണ്. അവരുടെ കണ്ണിൽ പെടുന്നവരെ അതിപ്പോൾ ആരാണെങ്കിലും, മക്കളുടെ സ്ഥാനത്തുള്ള ആളാണെങ്കിലും 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സ്. ശരീരത്തിന് വളർച്ച വന്നിട്ടില്ല, മനസ്സിന് വളർച്ച വന്നിട്ടില്ല. വെറും 3 വയസ്സുള്ള നിഷ്കളങ്കതയുള്ള ഒരു കുട്ടി അതിനോട് ഇങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പോൾ, അതും 1 വർഷമായിട്ട്. ഇതില് ആ കുട്ടിയുടെ അച്ഛനെ വെള്ളപൂശുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അച്ഛനും തെറ്റുകാരനാണ്, അമ്മയും തെറ്റുകാരനാണ്, ആ വീട്ടിലുള്ള എല്ലാവരും തെറ്റുകാരാണ്. ആ വീട്ടിലുള്ള എല്ലാവരെയും ശിക്ഷിക്കണം. ഇവിടെ ആരെയും നമുക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല. എല്ലാവരും തെറ്റുകാർ തന്നെയാണ്. അനിയൻ ഇത് ചെയ്തിട്ട്, ഇത്രയും നാളും സ്വന്തം മകളോട് അനിയൻ ഇത് ചെയ്തിട്ട് അച്ഛൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വന്തം സഹോദരൻ ചെയ്യുന്ന തെറ്റ് അയാൾക്കറിയാം, എന്നിട്ട് ഇന്നലെ വന്നിരുന്ന് കിടന്ന് കരയുന്നത് കണ്ടു. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടിയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഭർത്താവിനോടും ഭർത്താവിന്റെ വീട്ടുകാരോടും ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർക്ക് എന്തോ ചെറിയ മാനസിക വളർച്ചക്കുറവുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു ദേഷ്യത്തിൽ കല്യാണിയോട് ഇത് കാണിച്ചതാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ അതൊന്നും ഒരു ന്യായീകരണമല്ല. എപ്പോഴും തൻ്റെ മക്കളെ സംരക്ഷിച്ചു പിടിക്കേണ്ടവരാണ് അമ്മമാര്. എന്തു തന്നെ ആയിക്കോട്ടെ, എന്തു തന്നെ സാഹചര്യമായിക്കോട്ടെ, തെറ്റ് ചെയ്തവരെയാണ് ശിക്ഷിക്കേണ്ടത്. ഒന്നും അറിയാത്ത ആ പാവത്തിനെ അല്ലായിരുന്നു ശിക്ഷിക്കേണ്ടത്. ആരോട് വേണമെങ്കിലും പോയി പറയാമായിരുന്നു, പോലീസുകാരോടോ. എന്നിട്ട് ഒന്നും മിണ്ടാതെ ഒന്നും അനങ്ങാതെ ഇരുന്നിട്ട് ഭർത്താവിനോട് പിരിഞ്ഞു ജീവിക്കുകയാണ്. ഭർത്താവിനോട് ദേഷ്യമാണ്. ഭർത്താവുമായിട്ട് വലിയ അടുപ്പത്തിലല്ലായിരുന്നു പിന്നീട് അമ്മ. ഭർത്താവുമായിട്ട് നല്ല രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ ഭർത്താവിന്റെ അനിയന്റെ കൂടെ പോയി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി കാണിച്ചതെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇതിനെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഈ അനിയൻ എന്ന് പറയുന്ന ഈ ചെറിയച്ഛൻ. സത്യത്തിൽ ഈ ലോകത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒരു വീഡിയോ വളരെ ചുരുക്കി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ കൊച്ചു മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പാടില്ല. കഴിവതും നിങ്ങളുടെ കൂടെ തന്നെ നിർത്തുക. ആരുടെയും കൂടെ കൊണ്ടുപോയി കിടത്താൻ പാടില്ല. അല്ലെങ്കിൽ ചെറിയച്ഛനല്ലേ, വല്യച്ഛനല്ലേ, ചിറ്റപ്പനല്ലേ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരുടെ അടുത്തും കൊണ്ടുപോയി കിടത്തുകയും ചെയ്യരുത്, കൊണ്ടുപോയി ഏൽപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ മക്കളെ ഉണ്ടാക്കാതിരിക്കാം. നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ബിസിയാണ്, നിങ്ങൾക്ക് ഇതിനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ മക്കളെ ഉണ്ടാക്കാതെ ഇരിക്കുക. എന്തിനാണ് വെറുതെ ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്? 3.5 വർഷം, 4 വർഷം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചത്. ആ 4 വർഷം കൊണ്ട് അതെന്തൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകും, എന്തൊക്കെ വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. ഒന്നും അറിയാത്ത പ്രായത്തിൽ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിൽ ബാല്യം പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ദ്രോഹമാണ് ഒരു ചെറിയ ജീവനോട് കാണിച്ച ദ്രോഹം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരും, നമുക്ക് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവരെ ഒന്നും ചെയ്യാനുള്ള നിയമം ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇപ്പൊ കുറെ എണ്ണത്തിനെ പിടിച്ചോണ്ട് പോകും, കുറെ ദിവസം ഇതിന്റെ വാർത്ത കേൾക്കും, എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ഒരു 10-12 വർഷം, കൂടിപ്പോയ ഒരു 12 വർഷം ജയിലിൽ കിടക്കും, തിരിച്ചിറങ്ങും. പിന്നെ ഇതേ പരിപാടി തന്നെയല്ലേ കാണിക്കുന്നത്? അറേബ്യൻ കൺട്രീസിലുള്ള പോലത്തെ നിയമങ്ങൾ ഇവിടെ വരണം. എങ്കിൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതെ ഇരിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തുടർന്ന് പൊക്കോണ്ടേയിരിക്കും. നമുക്കൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ
വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ചുറ്റും ഇത്തരം കാര്യങ്ങൾ നടക്കാം, നമ്മുടെ വീട്ടിലും ഇത്തരം കാര്യങ്ങൾ നടക്കാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം കിടന്ന് കരഞ്ഞു വിളിച്ചിട്ടോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സംരക്ഷിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു ജീവനും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവന്നില്ലെങ്കിൽ കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ഒരു കുട്ടിയെ നോക്കാൻ പറ്റത്തില്ല, അതിനെ വളർത്താൻ പറ്റത്തില്ല, അതിന് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയേക്കുക. എന്തിനാ ഈ പരിപാടി ചെയ്യുന്നത്? നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ കൊച്ചുങ്ങളെ ഉണ്ടാക്കും, എന്നിട്ട് അവസാനം ആ ബാല്യത്തെ തട്ടിത്തെറിപ്പിക്കും.